തിരക്കഥ വിവാദത്തിൽ മേജർ രവിക്ക് തിരിച്ചടി. കർമ്മയോധ സിനിമയുടെ തിരക്കഥ മേജർ രവിയുടേതല്ലെന്ന് കോടതിയുടെ കണ്ടെത്തൽ. പരാതിക്കാരൻ റെജി മാത്യുവിന് 30 ലക്ഷം രൂപയും സിനിമയുടെ പകർപ്പവകാശവും നൽകണമെന്നും കോട്ടയം കൊമേഴ്ഷ്യൽ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ആദ്യം ആ പരാതിക്കാരന്റെ പ്രതികരണം. കോടതി രണ്ട് സിനിമയുടെ ബേസിസ്, അതായത് വൺ ലൈൻ സ്റ്റോറിയും ബാക്കി ഡീറ്റെയിൽസും നോക്കിക്കഴിഞ്ഞിട്ട് കർമ്മയോധയുടെ തിരക്കഥ റെജി മാത്യു കോടതി ഹാജരാക്കിയ തിരക്കഥയാണെന്ന് കണ്ടു. അതനുസരിച്ച് ഇതിൻ്റെ അവകാശം പൂർണ്ണമായിട്ടും റെജി മാത്യുവിനാണെന്ന് കണ്ടു. അതനുസരിച്ച് ഇനിമേലിൽ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല ഒരു പ്ലാറ്റ്ഫോമിലും. രണ്ടാമത്, ഇതിൻ്റെ മറ്റു ഭാഷാ റൈറ്റ്സ് ഉണ്ട്. അതുമെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ തിരക്കഥാകൃത്തിന് കിട്ടുന്ന എല്ലാ അബ്സല്യൂട്ട് റൈറ്റും ഇദ്ദേഹത്തിനാണെന്ന് കണ്ടു. മോഹൻലാലിനെ വെച്ചൊരു പ്രോജക്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുകയും അങ്ങനെയാണ് കർമ്മയോധയ്ക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒരു കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി കൊടുക്കുന്നത്. അത് ആ സമയത്ത് ഒരു ഇംഗ്ലീഷ് മാഗസിനിൽ വന്ന ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം